പ്രശ്നങ്ങളുള്ളവരിലെ ഈ കൂട്ടത്തിൽ, പ്രയാസങ്ങളുള്ളവരിലെ ഈ കൂട്ടത്തിൽ, പ്രതിസന്ധികളുള്ളവരിലെ ഈ കൂട്ടത്തിൽ, ഈ ഖുത്ബ കേൾക്കുമ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ വിഷമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളാൽ വിഷമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പടച്ചോനെ, അയാൾക്കൊരു 10,000 കൊടുക്കാനുണ്ടല്ലോ, ആ കടയിൽ 2,000 കൊടുക്കാനുണ്ടല്ലോ, വരുമാനമില്ലല്ലോ, വിഷമിച്ചിരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരോടും ഞാൻ പറയട്ടെ, സാമ്പത്തിക പരാധീനത നിങ്ങൾക്കുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, മറ്റുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ഖുർആനിക വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നോ. സകലതിനും പരിഹാരം ഇസ്തിഗ്ഫാറാണ്. സകലതിനെയും പരിഹാരം ഇസ്തിഗ്ഫാറാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ റസൂലുള്ളാഹി പറഞ്ഞൊരു തിരുവചനം നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ശ്രദ്ധയോടെ കേട്ടോ, ഉണർന്നിരുന്ന് കേട്ടോ, ആലസ്യത്തോടെ കേൾക്കല്ലേ മുഅ്മിനീങ്ങളെ. പ്രവാചകൻ തിരുമേനി പറയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാറിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയോ, ഇസ്തിഗ്ഫാർ ലാസിമാക്കിയോ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിന്റെ ജീവിതവുമായി മുന്നോട്ട് പോയോ. അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന വാക്കാണ്, വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കാണിത്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. എല്ലാ ഞെരുക്കത്തിൽ നിന്നും അല്ലാഹു തുറവി നൽകുന്ന. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാർ ലാസിമാക്കിയോ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാർ ജീവിതത്തിന്റെ ഭാഗമാക്കിയോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജഅലല്ലാഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. അല്ലാഹു അക്ബർ, വല്ലാത്തൊരു വാക്ക്. മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തുറവി നൽകും. പ്രയാസമുള്ളവരെ ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ കൊണ്ടു നടന്നോളി എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇത് കാണാതെ പഠിച്ചോ. മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. സകല ഞെരുക്കത്തിൽ നിന്നും അല്ലാഹു തുറവി നൽകും. വീണ്ടും മിൻ കുല്ലി ഹമ്മിൻ ഫർജാ. എല്ലാ മനോവിഷമങ്ങളിൽ നിന്നും അല്ലാഹു തുറവി നൽകും. മനക്ലേശത്തിൽ റബ്ബിന്റെ ഇടപെടലുണ്ടാകും. സൃഷ്ടിച്ച റബ്ബ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. നിർത്തിയില്ല എന്റെ മുഅ്മിനീങ്ങളെ. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഉപജീവനവും പടച്ചോൻ തരുന്ന, റിസ്ക് തരുന്നേ. അത് ഖുർആനിൽ വേറെ ആയത്തോടെ നൊമയത്തക്കില്ല യജ്അലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വല്ലാത്തൊരു ആയത്തല്ലേ. ഉപജീവനം പടച്ചോനെ ഇസ്തിഗ്ഫാർ ലോന് കൊടുക്കുന്ന. ഇനി എന്താ പ്രശ്നമുള്ളത് ഇരിക്കണേ, നമ്മൾ ആലോചിക്കണേ. വിഷമുള്ളവരില്ലേ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളി. സാമ്പത്തിക ഞെരുക്കലുള്ളവരില്ലേ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളി. ഉപജീവന വിഷയത്തിൽ ബുദ്ധിമുട്ടുള്ളവരുടെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളി. എന്താ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ? കുറെ തവണ അസ്തഗ്ഫിറുല്ലാഹ് അത്തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് അത്തൂബു ഇലൈഹി. രാവിലെ എല്ലാ ദിവസവും രാവിലെ 100 തവണ ഞാൻ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടാറില്ലേ? തേടണം. വൈകുന്നേരവും തേടണം. മുത്തറസൂലിന്റെ വാക്കാണ്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അരികിലേക്ക് ഒരു ബഹുമാനായ ഒരു അനുജൻ വന്നിട്ട്, ഉസ്താദേ, എനിക്ക് സാമ്പത്തികമായ ഭയങ്കര ഞെരുക്കാണ്. അദ്ദേഹം പറയാണ്, ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കുക. സാമ്പത്തിക പരാതി എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോ, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അദ്ദേഹം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. അയാൾ ഞാൻ ആലോചിച്ചപ്പോ, എന്താ സാമ്പത്തിക ഞെരുക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കും, അത് ചൊല്ലിയാൽ മതിയായിരുന്നു. പിന്നൊരിക്കൽ വന്നിട്ട് പറഞ്ഞു, മക്കളില്ല, സന്താന സൗഭാഗ്യം, കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മഹാനായ പണ്ഡിതൻ പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. വീണ്ടും 1-2 കാര്യങ്ങൾ, കടക്കണിയും ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു. ഇതെന്ത് വന്ന് പറഞ്ഞാൽ ഇത് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. അപ്പൊ അയാള് ഉസ്താദിനോട് ചോദിക്കാണ്, എന്താ നിങ്ങൾ എന്ത് വന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ എന്ന് പറയുന്നത്? ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയല്ല, ഖുർആനിലെ ആയത്താണ് എനിക്കത് പറയാൻ പ്രചോദനം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ് എനിക്ക് പറയാൻ പ്രചോദനം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും ഖുർആനിന്റെ വചനവും. പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭവൻ വന്ന് പറഞ്ഞ വ്യക്തിയോട് എന്താ നിങ്ങൾ അങ്ങനെ പറയണമെന്ന് ചോദിച്ചവരോട്, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിച്ചോ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. എന്നിട്ടോ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. സമൃദ്ധി നൽകും, മക്കളെ നൽകും, തോട്ടം നൽകും, ഐശ്വര്യം നൽകും, എല്ലാറ്റിലും അനുഗ്രഹം നൽകുന്ന ഖുർആന്റെ ആയത്ത്. അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികൾ കൃത്യമായി കാണുന്ന റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കണം. ജീവിതം വിശുദ്ധമാക്കണം, റബ്ബിനോട് അടുക്കണം, അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ സഞ്ചരിക്കണം. തെറ്റുകുറ്റങ്ങൾ മനുഷ്യരെന്ന നിലക്ക് നമ്മളിൽ വന്നിട്ടുണ്ട്. പരിഹാരം അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങലാണ്. എല്ലാം പുറത്തു തരാൻ ഒരുക്കമാണ്. ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല റബ്ബ്. സ്വർഗമൊരുക്കി ആ സ്വർഗത്തിലേക്ക് ഓടിവാ. ഓടിവാ. കാരണം എന്താ, ഇന്നിപ്പോ ജുമാക്ക് ഇവിടെ ഇരുന്നു. ഈ നിസ്കാരം കഴിഞ്ഞാൽ തന്നെ ഇസ്തിഗ്ഫാർ ചെല്ലണം. ഒന്നും ചെല്ലാതെ ഇറങ്ങിപ്പോയി വല്ല തട്ടിത്തറഞ്ഞ് വീണ് പോയാൽ അവസരം നഷ്ടപ്പെട്ടു.